നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കവുമായി SIT. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്യൽ നടന്നത്. മുൻ ദേവസ്വം മന്ത്രി എന്ന രീതിയിലാണ് SIT മൊഴിയെടുത്തതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ സ്പോൺസർ എന്ന രീതിയിൽ അറിയാമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ SITക്ക് മൊഴി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരിലേക്ക് അന്വേഷണം പോകാത്തതിനെതിരെ ഹൈക്കോടതിയുടെ അതൃപ്തി വിവാദമായിരുന്നു. പിന്നാലെയാണ് SITയുടെ നിർണായക ചോദ്യം ചെയ്യൽ നീക്കം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും 2 മണിക്കൂർ ചോദ്യം ചെയ്തത്. SIT ഓഫീസിന് പുറത്തുവച്ചായിരുന്നു SP ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ. ഇക്കാര്യം കടകംപള്ളി സുരേന്ദ്രൻ തന്നെ സ്ഥിരീകരിച്ചു. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി. ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് പരിചയം. പോറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും മൊഴി. ശബരിമലയിലെ മെയിൻ്റനൻസ് ജോലികൾ വകുപ്പ് അറിയില്ല, തീരുമാനമെടുക്കുന്നത് ദേവസ്വം ബോർഡാണ്. ഇക്കാര്യത്തിൽ വകുപ്പ് ഇടപെടലോ അറിവോ ഇല്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകി. 2025 പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തെക്കുറിച്ചാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിൽ നിന്നും വിവരങ്ങൾ തേടിയത്. ദേവസ്വം രേഖകളെക്കുറിച്ചും പ്രശാന്തിനോട് വിവരങ്ങൾ തേടിയെന്നാണ് സൂചനകൾ. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ മന്ത്രിയും സംസ്ഥാന സമിതി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതോടെ CPIM വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ക്ഷേത്രകാര്യങ്ങളിൽ ദേവസ്വം ബോർഡാണ് തീരുമാനമെടുക്കുന്നതെന്നും മന്ത്രിക്ക് പങ്കില്ല എന്നുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ സ്വർണ്ണക്കൊള്ളയുടെ കേന്ദ്രബിന്ദുവായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്ത ബന്ധമാണ് CPIMനെ ബുദ്ധിമുട്ടിലാക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം N വാസുവിനെയും A പത്മകുമാറിനെയും N വിജയകുമാറിനെയും കടന്ന് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമ്പോൾ സമ്മർദ്ദമത്രയും CPIMന് മുകളിലാണ്. സ്വർണ്ണക്കൊള്ള പുറത്തായപ്പോൾ മുതൽ പ്രതിക്കൂട്ടിലായ പാർട്ടിയെയും സർക്കാരിനെയും കൂടുതൽ സംശയനിഴലിലാക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. കൊള്ള നടക്കുന്ന കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചോദ്യങ്ങൾ എത്തുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാത്ത ആശയക്കുഴപ്പമുണ്ട് CPIMന്. കേസിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരുമെന്ന ആശങ്കയാണ് കാരണം. ഗവൺമെന്റ് കുറ്റവാളികളെ ആരെയും സംരക്ഷിക്കില്ല. അത് വളരെ കൃത്യമായ നിലപാടാണ്. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPIM സംസ്ഥാന സെക്രട്ടറി ചേർന്ന ദിവസമാണ് കടകംപള്ളിയെ സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്തത്. 3 ദിവസം മറച്ചുവെച്ച വിവരം ഇന്നാണ് പുറത്തു വന്നത്. ഇതും വിമർശിക്കപ്പെടുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയുമായി ബന്ധപ്പെടുത്തിയതിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലോ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച നയപരമായ തീരുമാനങ്ങളിലോ ദേവസ്വം മന്ത്രിക്ക് റോളില്ല. ദേവസ്വം ബോർഡിനാണ് പരമാധികാരം. ഇതാണ് സർക്കാരിന്റെ പിടിവള്ളി. ആരെയും SIT ചോദ്യം ചെയ്യേണ്ട, എല്ലാം ചോദ്യം ചെയ്യണം. എന്നാൽ സ്വർണ്ണക്കൊള്ളയുടെ കേന്ദ്രബിന്ദുവായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള അടുത്ത ബന്ധം സർക്കാരിന്റെയും CPIMന്റെയും വാദങ്ങളെ തള്ളുന്നുണ്ട്. ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും? ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കടകംപള്ളിക്ക് പിടിവീണാൽ CPIMന്റെ നില കൂടുതൽ പരുങ്ങലിലാകും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ A പത്മകുമാറിന് കുരുക്കായി ബോർഡ് അംഗത്തിന്റെ മൊഴി. സ്വർണ്ണപ്പാളികൾ പുതുക്കണമെന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ പറഞ്ഞത് A പത്മകുമാറെന്ന് അറസ്റ്റിലായ N വിജയകുമാർ. D മണിയുടെയും കൂട്ടാളികളായ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. SIT സംഘം വിപുലീകരിക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചു. A പത്മകുമാറിന് കൂടുതൽ കുരുക്കാവുകയാണ് മുൻ ബോർഡംഗം N വിജയകുമാറിന്റെ മൊഴി. സ്വർണ്ണപ്പാളികൾ പുതുക്കണമെന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ പറഞ്ഞത് A പത്മകുമാർ എന്നാണ് അറസ്റ്റിലായ N വിജയകുമാറിന്റെ മൊഴി. ദേവസ്വം രേഖകൾ തിരുത്തിയതിൽ A പത്മകുമാർ, KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവർക്ക് തുല്യ പങ്കാണെന്ന് SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം D മണിയെയും ബാലമുരുകനെയും ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. 4 അഭിഭാഷകർക്കൊപ്പമാണ് D മണി എത്തിയത്. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷ് തന്നെ നേരിട്ടെത്തിയാണ് ചോദ്യം ചെയ്യൽ. D മണിയുടെ പേരിലടക്കം SITക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. തെളിവ് ലഭിച്ചാൽ സ്വർണ്ണക്കൊള്ളയിൽ 3ാമത്തെ FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തും. പ്രവാസി വ്യവസായിയെ സാക്ഷിയാക്കിയേക്കും. ഇതിനിടെ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല. സാറിന്റെ പേര് മാത്രമാണ്. അതെ, നോക്കാം, അയ്യപ്പൻ നോക്കിയോളൂ. A പത്മകുമാറിന് ഉടൻ ജാമ്യം നൽകാനാകില്ലെന്ന് ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് വ്യക്തമാക്കി. അന്വേഷണം തണുപ്പൻ രീതിയിലല്ലേ എന്നും ബെഞ്ച് ചോദിച്ചു. ജാമ്യ ഹർജി അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കും.
അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തണമെന്ന SIT ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് റവന്യൂ സംഘം പരിശോധന നടത്തി. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ SIT ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പ്രവർത്തകർക്ക് നേരെ പോലീസ് 10-ലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് ദീപം തെളിയിച്ചു. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായ പ്രത്യേക പൂജകൾ നാളെ പുലർച്ചെ 3 മണിക്ക് തുടങ്ങും. ജനുവരി 14-നാണ് മകരവിളക്ക്. ജനുവരി 11-ന് എരുമേലി പേട്ടതുള്ളൽ. ജനുവരി 12-നാണ് പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്നത്. മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ജനുവരി 20-ന് നടയടയ്ക്കും. പുതുവത്സരം പ്രമാണിച്ച് നാളെ സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി. ഡിസംബർ 31 ബുധനാഴ്ച ബാറുകളുടെ സമയം രാത്രി 12 മണിവരെയാണ് നീട്ടിയത്. ബിയർ ആൻഡ് വൈൻ പാർലറുകളുടെ സമയവും 12 മണിവരെ നീട്ടിയിട്ടുണ്ട്. ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് ഇളവ് നിലവിൽ ബാധകമല്ല. പത്തനംതിട്ട ചിറ്റാർ വില്ലൂന്നിപ്പാറയിൽ കിണറ്റിൽ വീണ കടുവയെ പുറത്തെത്തിച്ചു. 12 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിൽ വലയിലാക്കിയ കടുവയെ മയക്കുവെടി വെച്ചാണ് വനം വകുപ്പിന്റെ വാഹനത്തിൽ കയറ്റിയത്. ചിറ്റാർ വനംവകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോയ കടുവയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം എവിടേക്ക് മാറ്റണമെന്ന് തീരുമാനമെടുക്കും. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് റാന്നി DFO N രാജേഷ് വ്യക്തമാക്കി. പുലർച്ചെ 5 മണിയോടെ കിണറ്റിലെന്തോ വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുടമ നോക്കി. ആദ്യം മനസ്സിലായില്ലെങ്കിലും നേരം വെളുത്തതോടെ വീണ്ടും നോക്കിയപ്പോഴാണ് കടുവയെ കണ്ടത്. ഉടൻ നാട്ടുകാർ വിവരമറിയിച്ചു. 8 മണിയോടെ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി. പിന്നീട് മണിക്കൂറുകൾ നീണ്ട രക്ഷാദൌത്യം. ഒടുവിൽ 4 മണിയോടെ വനംവകുപ്പിന്റെ വലയ്ക്കുള്ളിൽ കടുവ കുടുങ്ങി. മയക്കുവെടി വെച്ച് കടുവയെ പുറത്തെത്തിച്ച് വാഹനത്തിൽ കയറ്റി. കടുവയ്ക്ക് ഏകദേശം 3 വയസ്സ് പ്രായമുണ്ട്. 200 കിലോയോളം തൂക്കമുള്ള കടുവയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് റാന്നി DFO N രാജേഷ് പറഞ്ഞു. നിലവിൽ ഒരു ആരോഗ്യ പ്രശ്നമില്ല, ആരോഗ്യവാനാണ്. വെയിറ്റ് 150 മുതൽ 200 കിലോയുടെ അടുത്ത് വെയിറ്റ് കാണുന്നുണ്ട്. പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. കടുവ കൂട്ടിലായെങ്കിലും ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസികൾ പ്രതികരിച്ചു. സന്തോഷമൊന്നും ആയിട്ടില്ല, പേടി തന്നെയാ. എല്ലാവർക്കും പേടിയാ, നാട്ടുകാർക്ക് മൊത്തം പേടിയാ. പേടിച്ചാണ് ഓരോ ദിവസം നേരം തെന്നിട്ട് വരുന്നത്. എന്തൊക്കെയാ സംഭവിക്കുന്ന അറിയത്തില്ലല്ലോ. 2 ആഴ്ചക്കിടെ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ നിന്ന് പിടികൂടിയ 2ാമത്തെ കടുവയാണ് ചിറ്റാറിലേത്. 24 പത്തനംതിട്ട. മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അമ്മ വിടവാങ്ങി. 90 വയസ്സായിരുന്നു. എറണാകുളം എളമക്കരയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. മലയാളിക്ക് മോഹൻലാലിനെ സമ്മാനിച്ച മാതൃത്വം വിടവാങ്ങി. പ്രിയപ്പെട്ട ലാലുവിന് അമ്മയോടുള്ള സ്നേഹം ഓരോ ഘട്ടത്തിലും മലയാളി കണ്ടറിഞ്ഞതാണ്. അമ്മക്കുട്ടിയായിരുന്നു എക്കാലവും മോഹൻലാൽ. തൊണ്ണൂറാം വയസ്സിലാണ് അന്ത്യം. 14 വർഷമായി പക്ഷാഘാതം കാരണം ചികിത്സയിലായിരുന്നു. ചികിത്സാർത്ഥമാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറിയത്. 3 മാസം മുൻപ് രോഗം മൂർച്ഛിച്ചു. ഇന്ന് ഉച്ചയോടെ വീട്ടിൽ വെച്ച് അന്തരിച്ചു. കൊച്ചിയിലെ സിനിമാ ഷൂട്ടിലായിരുന്നു മോഹൻലാൽ. വിയോഗ സമയത്ത് ഭാര്യ സുചിത്ര അമ്മയ്ക്കൊപ്പമുണ്ടായിരുന്നു. വിയോഗ വിവരം അറിഞ്ഞ് മമ്മൂട്ടി, ജയസൂര്യ, രഞ്ജി പണിക്കർ, സംവിധായകരായ ഫാസിൽ, രഞ്ജിത്ത്, ജോഷി തുടങ്ങി സിനിമാ മേഖല എളമക്കരയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ആദരാഞ്ജലി അർപ്പിച്ചു. മൃതദേഹം ഇന്ന് രാത്രി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. മുടവൻമുകളിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം സംസ്കാരം. 24 കൊച്ചി. മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിന്റെ അമ്മയെന്നാൽ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. ആ മകനും അമ്മയും തമ്മിലുള്ള ഹൃദയം തൊടുന്ന സ്നേഹക്കാഴ്ചകൾ എത്ര കണ്ടാലും നമുക്ക് മതിയാകില്ല. മോഹൻലാലിന്റെ അമ്മ
ആ വിശേഷണം ഒന്നു മാത്രം മതി ശാന്തകുമാരിയെ മലയാളികൾ തങ്ങളുടെ സ്വന്തം അമ്മയായി നെഞ്ചിലേറ്റാൻ. മോഹൻലാലിനെയും അദ്ദേഹത്തിന്റെ സിനിമാ യാത്രകളെയും പോലെ നമുക്ക് സുപരിചിതയാണ് ആ അമ്മയും. തന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ആ മകൻ അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തും, അമ്മയോട് ചേർന്നിരിക്കും. അമ്മയോടൊപ്പമുള്ള നിമിഷങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ആ മകൻ കുറിച്ചിടുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ സ്നേഹക്കടൽ നിറയും. ഇന്ത്യൻ സിനിമാ രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതറിഞ്ഞതിന് പിന്നാലെ മോഹൻലാൽ കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്ന അമ്മയെ കാണാൻ ഓടിയെത്തിയത് നമ്മൾ കണ്ടു. അങ്ങനെ എത്ര നിമിഷങ്ങൾ. അമ്മയുടെ അടുത്ത് പോയി കാര്യം അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്, പക്ഷെ അമ്മ അത് മനസ്സിലാക്കി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും, സംസാരിക്കാൻ കുറച്ച് ഡിസ്റ്റില്ലാറുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാകും. എന്തായാലും അമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ അതാണ് തീർച്ചയായിട്ടും ഓർക്കുന്നത്. ധാരാളം സംസാരിക്കാറുണ്ടായിരുന്ന ഒരമ്മ, മകന്റെ ഓരോ ഉയർച്ചയിലും അങ്ങേയറ്റം ആനന്ദം കൊണ്ട ജീവൻ. കുട്ടിക്കാലത്തെ കുറുമ്പുകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി മഹാനടനിലേക്കുള്ള നടന്നുകയറ്റത്തെക്കുറിച്ച് ഓർത്തോർത്തങ്ങനെ അഭിമാനം കൊണ്ടൊരമ്മ. 2 വർഷം മുൻപുള്ള ഓണക്കാലത്ത് മോഹൻലാൽ ഇങ്ങനെ എഴുതി: ധാരാളം സംസാരിക്കുമായിരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല. കണ്ണുകളിലൂടെയാണ് ഞാനും അമ്മയും ഇപ്പോൾ കൂടുതൽ മിണ്ടാറുള്ളത്. കണ്ണിൽ നോക്കിയിരുന്നാണ് ഞാൻ ആ സ്നേഹവും വാത്സല്യവും അറിയുന്നത്. ചിലപ്പോൾ അമ്മ എന്നെ ഒന്ന് തൊടും, തല ഒന്നിളക്കും. അതിലൊക്കെ ഇപ്പോൾ ഒരു ഭാഷ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നു. പണ്ട് അമ്മ എനിക്ക് ഉരുള ഉരുട്ടിത്തന്നതുപോലെ ഞാൻ അമ്മയ്ക്ക് ഉരുള നൽകും. തൊട്ടിരിക്കുക എന്ന് പറയാറില്ലേ, ആ തൊടലിലൂടെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറയാതെ പറയുന്നുണ്ടാവണം. അങ്ങനെ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ഒരു ചക്രം പൂർത്തിയാവുന്നത് ഞാൻ അറിയുന്നു, അനുഭവിക്കുന്നു. ഞാനതിൽ എന്നെ കാണുന്നു, മനുഷ്യജീവിതം കാണുന്നു. റിസർച്ച് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. ഈ ഡി മണി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയായിരുന്നു SIT. ഇപ്പോൾ ഇവരെ വിട്ടയച്ചു. ഡി മണിയെയും ബാലമുരുകനെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു SIT എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല, ഒന്നും പ്രതികരിക്കാതെ മടങ്ങുകയായിരുന്നു എന്നാണ് സലീം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സലീം മാലിക് തത്സവം ചേരുന്നു. സലീം, SITയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ദിനമായിരുന്നു, അതായത് ഈ സ്വർണ്ണക്കൊള്ള, ഒപ്പം വിഗ്രഹക്കടത്ത്, ഇതുമൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ലീഡാണ്, ഒരു മുഖ്യ കണ്ണിയാണ് ഡി മണി എന്നൊക്കെ രീതിയിലുള്ള അനുമാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ ചോദ്യം ചെയ്യൽ അത് എത്ര മണിക്കൂർ നീണ്ടു? എന്തുകൊണ്ട് ഡി മണിയെ ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നു SIT? പ്രജിൻ 6 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഡി മണിയെയും ഒപ്പം ബാലമുരുകനെയും ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഇപ്പോഴും ഇവിടെ ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ശ്രീകൃഷ്ണനെയും ഇവിടെ നിന്നും വിട്ടയക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഡി മണിയെ വിട്ടയച്ചുവെങ്കിൽ പിന്നീട് സ്വാഭാവികമായും മറ്റുള്ളവരും ആ കേസുമായി ബന്ധപ്പെട്ട് തൽക്കാലം അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം ഡി മണിയെ ചുറ്റിപ്പറ്റിയാണ് മറ്റു പേരുകളെല്ലാം ഇതിലേക്ക് വന്നത്. അതിൽ തന്നെ ഈ ഇത് ഊഹാപോഹമാണോ അതല്ല കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം വിട്ടയച്ചതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നടന്ന ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മാത്രമേ നമുക്ക് ലഭ്യമാകൂ. ഇന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് അവരിൽ നിന്നും ചോദിച്ചറിഞ്ഞ് അതിൽ നിന്ന് എന്തൊക്കെ മറുപടി നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ പുറത്തു വരും. എന്തായാലും ഈ ഘട്ടത്തിൽ ഡി മണിയെയും ഒപ്പം തന്നെ ബാലമുരുകനെയും അറസ്റ്റ് ചെയ്യാൻ തക്കത്തിനുള്ള ഒരു തെളിവുകളും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതായിരുന്നുവെങ്കിൽ അന്വേഷണ സംഘം അവരെ കൂടി അറസ്റ്റ് ചെയ്തതിന്. കാരണം മുൻ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചതിന് ശേഷം ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മതിയായ തെളിവില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ശ്രീകൃഷ്ണൻ ആണ് ഈ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെയും വിട്ടയച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാര്യം. അതോടുകൂടി ഇന്ന് ചോദ്യം ചെയ്യാനെത്തിയ 3 പേരെയും, തമിഴ്നാട് സ്വദേശികളായ 3 പേരെയും അന്വേഷണ സംഘം വിട്ടയച്ചിട്ടുണ്ട്. മറ്റ് 2 പേരും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് മടങ്ങിയത്. ശ്രീകൃഷ്ണനും മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുമോ എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ കാറിൽ കയറുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഈ നിലവിൽ ഈ ശബരിമല സ്വർണ്ണമോഷണം അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ ഒരു പത്തനംതിട്ട സ്വദേശിയായ വ്യവസായി പരിചയപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്
ഈ വിഷയത്തിൽ ഈ അന്താരാഷ്ട്ര പുരാവസ്തു കച്ചവട ഇടപാട് സംഘത്തിനും ഇതിൽ ബന്ധമുണ്ടെന്നും വലിയ കച്ചവടവുമാണ് ഈ വിഷയത്തിൽ നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മൊഴിയായി നൽകിയത്, വ്യവസായ മൊഴിയായി നൽകിയത്. അതിൻ്റെ ഭാഗമായാണ് ഡി മണി എന്നൊരു പേര്, അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു പേരാണെന്ന് മനസ്സിലാക്കുകയും അത് അങ്ങനെ ഒരു പേര് ഇതിലേക്ക് വരികയും ചെയ്തത്. അതിൻ്റെ ഭാഗമായി അന്വേഷണ സംഘം SIT തമിഴ്നാട്ടിലേക്ക് പോയി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, ഇവരുടെ ചോദ്യം ചെയ്തിരുന്നു, വീടുകൾ പരിശോധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ചോദ്യാവലി ഉൾപ്പെടെ തയ്യാറാക്കി ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് ചോദ്യം ചെയ്യലിൽ വിളിപ്പിച്ചത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ബാലമുരുകനും ഒപ്പം ഡി മണിയും ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഉച്ചയോടുകൂടി, ഉച്ചയ്ക്ക് 1:30 ശേഷമാണ് ശ്രീകൃഷ്ണൻ ചോദ്യം ചെയ്യലിനായി ഇവിടേക്ക് എത്തിയത്. അദ്ദേഹവും ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹവും ഗ്ലാസ് തുറക്കാതെ തന്നെ മടങ്ങി. അങ്ങനെ ഇന്നിവിടേക്ക് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച 3 പേരും ഇപ്പോൾ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. 3 പേരെയും അറസ്റ്റ് ചെയ്യാൻ SIT ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച 3 പേരെയും, തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശികളായ 3 പേരെയും ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. സലീം മാലിക്കാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഓഫീസ് കെട്ടിട വിവാദത്തിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇലക്ട്രിക് ബസ്സുകളിലും പോർമുഖം തുറന്നിരിക്കുന്നു BJPയും CPIM-ഉം. ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിക്കുള്ളിൽ മതിയെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. ലാഭവിഹിതം കോർപ്പറേഷന് കൂടി അവകാശപ്പെട്ടതെന്നും മേയർ 24-നോട് പറഞ്ഞു. മേയറുടെ തീരുമാനത്തെ വിമർശിച്ച് മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. നഗരസഭാ പരിധിക്കുള്ളിൽ ഓടേണ്ട സ്മാർട്ട് സിറ്റി ബസ്സുകളെ ചൊല്ലിയാണ് കോർപ്പറേഷനിലെ BJP ഭരണസമിതിയും CPIM-ഉം കൊമ്പുകോർക്കുന്നത്. സ്മാർട്ട് സിറ്റി ബസ്സുകൾ ഓടേണ്ടത് നഗരത്തിനുള്ളിലാണെന്നും നഗരസഭയിലെ 101 വാർഡുകളിലും ജനങ്ങൾക്ക് യാത്രാ സൗകര്യം വേണമെന്നും മേയർ VV രാജേഷ് 24-നോട് പറഞ്ഞു. കരാർ പരിശോധിക്കുമെന്നും ലാഭവിഹിതം കോർപ്പറേഷനു കൂടി അവകാശപ്പെട്ടതാണെന്നും മേയർ. പീക്ക് അവേഴ്സിൽ ഈ ബസ്സുകൾ പൂർണ്ണമായിട്ടും പട്ടണത്തിലും അതിനുശേഷമുള്ള സമയങ്ങൾ ആവശ്യമാണെങ്കിൽ തൊട്ട് അടുത്തൊക്കെ ഉള്ള നഗരങ്ങളിൽ ഓടാമെന്നാണ് കരാറിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ അതിൽ ഒരു വിഹിതം കോർപ്പറേഷൻ ലഭിക്കണമെന്നും അതിലുണ്ടെന്നാണ് ഉള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. മേയറുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി V ശിവൻകുട്ടി. നമ്മളെ ഈ തിരുവനന്തപുരത്ത് തിരുവിതാംകൂറിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, പുത്തനച്ചി പരപ്പുറം തോക്കും. അത്ര മാത്രമേ ഉള്ളൂ. തിരക്കുള്ള സമയം നഗരപരിധിക്കുള്ളിൽ തന്നെ ബസ്സുകൾ ഓടണമെന്നാണ് മേയറുടെ നിലപാട്. അല്ലാത്ത സമയം കുറച്ചു ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നതിൽ തടസ്സമില്ലെന്നും കരാർ പരിശോധിച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ ഗതാഗത മന്ത്രിയുമായി ബന്ധപ്പെടുമെന്നും മേയർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിൽ ക്രമക്കേടെന്ന് പരാതി. മുൻ കൌൺസിലർ ശ്രീകാര്യം ശ്രീകുമാർ വിജിലൻസിന് പരാതി നൽകി. കുറഞ്ഞ വിലയ്ക്ക് വാടകയ്ക്കെടുക്കുന്ന കെട്ടിടങ്ങൾ വൻതുകയ്ക്ക് മറിച്ചു നൽകുന്നുവെന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ശാസ്തമംഗലത്തെ ഓഫീസിൽ കൌൺസിലർ R ശ്രീലേഖ പ്രവർത്തനം തുടങ്ങി. തൃശൂർ മറ്റത്തൂർ കൂറുമാറ്റ വിവാദത്തിൽ അനുനയത്തിന് തയ്യാറായി കോൺഗ്രസ് വിമതർ. KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം റോജി M. ജോൺ MLA വിമതരുമായി ചർച്ച നടത്തി. മുൻ DCC ജനറൽ സെക്രട്ടറി TN ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അങ്കമാലിയിൽ എത്തിയാണ് ചർച്ച നടത്തിയത്. DCCയുടെ അച്ചടക്ക നടപടി നിലനിൽക്കെയാണ് KPCCയുടെ സമാന്തര ഇടപെടൽ. റോജി M. ജോണുമായി നടത്തിയ ചർച്ച തൃപ്തികരമാണെന്നും KPCC തീരുമാനം വരുന്നതുവരെ രാജിവെക്കില്ലെന്നും വിമത നേതാവ് TM ചന്ദ്രൻ പറഞ്ഞു. എന്നാൽ KPCC നിർദ്ദേശം ലഭിക്കും വരെ അച്ചടക്ക നടപടിയുമായി മുന്നോട്ടു പോകാനാണ് DCC പ്രസിഡന്റിന്റെ തീരുമാനം. ആലപ്പുഴ ചെങ്ങന്നൂരിലെ ABVP പ്രവർത്തകൻ വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. വിധി നിരാശാജനകമെന്നും അപ്പീൽ പോകുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. 2012 ജൂലൈ 16-നാണ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപം കൊല നടന്നത്. നവാഗതരെ സ്വാഗതം ചെയ്യുന്ന പരിപാടിക്കിടെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ വിശാലിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. 14 വർഷം നീണ്ട നടപടികൾക്ക് ശേഷമാണ് മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുള്ള കോടതി വിധി. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെയും ABVPയുടെയും തീരുമാനം. വളരെ നിരാശകരമായ ഒരു വിധി എന്നാണ് പ്രോസിക്യൂഷന് പറയാനുള്ളത്. കോടതി മുമ്പാകെ ഹാജരാക്കിയ തെളിവുകൾ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷൻ നിർദ്ദേശിക്കുന്നത്. ഈ കേസിന്റെ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുന്ന തരത്തിലുള്ള വിധി വരുന്നതുവരെ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് ശക്തമായി ABVP മുന്നോട്ട് പോകും. കെട്ടിച്ചമച്ച കേസ് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയുടെ പ്രതികരണം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ടീം വർക്കായിട്ടാണ് ഈ കേസ് ഞങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരുടെയും പേര് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ടീം വർക്കായിരുന്നു. കാരണം ഈ കേസിൽ ആദ്യം മുതൽ തന്നെ ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. കാരണം
എല്ലാവരും തന്നെ, അതായത് മരുന്നിന് പോലും ഒരു BJP കാരനല്ലാത്ത സാക്ഷിയില്ലായിരുന്നു. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ, മരുന്നിന് പോലും. വിചാരണ കാലയളവിൽ കേസിലെ സാക്ഷികളായിരുന്ന KSU SFI പ്രവർത്തകർ മൊഴി മാറ്റി പറഞ്ഞത് വിവാദമായിരുന്നു. 24 ആലപ്പുഴ. ഓൺലൈൻ ഡെലിവറി തൊഴിലാളികളുടെ രാജ്യവ്യാപക പണിമുടക്ക് നാളെ. കുറഞ്ഞ വേതനം, തൊഴിൽ സുരക്ഷ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, നാളെ പണിമുടക്കുകയാണ്. സ്വിഗ്ഗി, സൊമാറ്റോ അടക്കമുള്ള കമ്പനികളിലെ തൊഴിലാളികൾ പണിമുടക്കാനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറഞ്ഞ വേതനം, ഒപ്പം തന്നെ ഈ തൊഴിൽ മേഖലയിലെ സുരക്ഷ, അമിത ജോലിഭാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ഡെലിവറി തൊഴിലാളികൾ നാളെ പണിമുടക്കുന്നത്. അതിൽ ഈ ഭക്ഷ്യവിതരണ പ്ലാറ്റ്ഫോമുകളായ സ്വിഗ്ഗി, സൊമാറ്റോ, അതിനൊപ്പം തന്നെ സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, ആമസോൺ ഉൾപ്പെടെയുള്ള പ്രമുഖ മേഖലകളിലൊക്കെ ഈ പ്ലാറ്റ്ഫോം മേഖലകളിലേക്കുള്ള തൊഴിലാളികൾ ഈ പണിമുടക്കിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ പ്ലാറ്റ്ഫോമുകളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ഒരു ദിനമെന്ന് പറയുന്നത് ഈ ന്യൂ ഇയറിലേക്ക് കടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും നിരവധി ഉപഭോക്താക്കളൊക്കെ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലേക്കുള്ള ഓൺലൈൻ ഡെലിവറി ആപ്പുകളെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്ലാറ്റ്ഫോമുകളെയും ഒക്കെ തന്നെ അവരെയൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സമയമാണ്. ഈ സമയമാണ് അവർ പണിമുടക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നാളെ രാജ്യവ്യാപകമായിട്ടുള്ള പണിമുടക്കിന് തന്നെയാണ് തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ തൊഴിൽ മേഖലയിലെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ തൊഴിലാളികൾ ഈ സാധനങ്ങളൊക്കെ വീടുകളിലേക്കൊക്കെ എത്തിക്കുന്ന തൊഴിലാളികൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ആശങ്കകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചതുമാണ്. ആ വിഷയങ്ങളിലൊന്നും പരിഹാരമാകാത്ത പശ്ചാത്തലത്തിലാണ് നാളെ രാജ്യവ്യാപകമായി പണിമുടക്കിന് തയ്യാറാകുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിയോഗ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. കണ്ണൂരിൽ നിന്നാണ് ആ വാർത്ത വരുന്നത്. ധർമ്മടം മുൻ MLA അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. KK നാരായണൻ അന്തരിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ചിരുന്നു. 2016 പിണറായി വിജയന് വേണ്ടി ധർമ്മടം മണ്ഡലം ഒഴിഞ്ഞു എന്ന ചരിത്രം കൂടിയൊക്കെ KK നാരായണനുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അജീഷ് ജയകുമാർ കണ്ണൂരിലും ചേരുന്നു. അജീഷ്, എപ്പോഴായിരുന്നു അന്ത്യം? വിവരങ്ങൾ. പ്രജൻ, അല്പസമയം മുമ്പായിരുന്നു മുൻ MLA KK നാരായണൻ അന്തരിച്ചത്. ഏറെ നാളായി വാർദ്ധക്യ സഹിതമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. CPM കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്നു ധർമ്മടം മുൻ MLA ആയിട്ടുള്ള KK നാരായണൻ. 2011 മുതൽ 2016 വരെയാണ് ധർമ്മടത്തെ പ്രതിനിധീകരിച്ചത്. 2016 പിണറായി വിജയന് വേണ്ടി ധർമ്മടം മണ്ഡലം ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും KK നാരായണൻ പ്രവർത്തിച്ചിരുന്നു. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. 2025 കേരളത്തിലെ സവിശേഷ വ്യക്തിയായി നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് ആരെയാണ്? പ്രേക്ഷക പിന്തുണയിൽ 24 പേഴ്സൺ ഓഫ് ദി ഇയറിനെ തെരഞ്ഞെടുക്കാം. 2025 കണ്ണിലും മനസ്സിലും പതിഞ്ഞ മലയാള സിനിമ ഏതെന്നും 24 മൂവി ഓഫ് ദ ഇയറിലൂടെ പ്രേക്ഷകർക്ക് തിരഞ്ഞെടുക്കാം. പോയ വർഷം പുറത്തിറങ്ങിയതിൽ പാടിപ്പതിഞ്ഞ പ്രിയപ്പെട്ട പാട്ടേതെന്ന് 24 സോങ് ഓഫ് ദി ഇയറിലൂടെ തിരഞ്ഞെടുക്കാം. 24 സ്ക്രീനിലെ QR കോഡ് സ്കാൻ ചെയ്ത് പേരുകൾ നിർദ്ദേശിക്കാം. നാളെ രാത്രി 7:30 വരെ പ്രേക്ഷകർക്ക് നിർദ്ദേശങ്ങൾ അയക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.